ആത്മാവിന്റെ ശബ്ദമുണ്ടോ? ചെറുപ്പം മുതലേ സോൾസിനെ കാണാം. മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, ഈശോ പ്രത്യക്ഷപ്പെടുന്നു, മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നു, നാരായണൻ പ്രത്യക്ഷപ്പെടുന്നു, ദേവിയുടെ പ്രത്യക്ഷപ്പെടൽ. അപ്പൊ ഇതൊന്നും ഇല്ലാതെയാണോ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്? മെക്കാനിക്സ് യൂസ് ചെയ്തുകൊണ്ട് ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനോട് എനിക്കെന്തോ കുറച്ച് വിയോജിപ്പുണ്ട്. ഈ പറയുന്ന ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സോൾ ടു സോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ, ഈ സോൾ ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഈ നമ്മുടെ DGP അലക്സാണ്ടർ ജേക്കബ് സാറുമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി. അതിൻ്റെ ടൈറ്റിൽ ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്, ബെഡ്റൂമിലെ പ്രേതം എന്നുള്ളതാണ് സംഭവം. പ്രദീപൻ ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നേരെ ഫ്രണ്ടിൽ പ്രേതം ഉണ്ടായിരുന്നു. സോ പുള്ളി ഇങ്ങനെ തുരിയാ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് ഈ പറയുന്ന സോളിനെ ഡയറക്റ്റ്ലി കാണാൻ പറ്റും. പക്ഷേ നമുക്കിത് സാധാരണപ്പെട്ടവരോട് പറയുമ്പോൾ അത് ശരിക്കും ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറാം. സോ എന്താണ് ആത്മാവ്? ആത്മാവിനെ കാണാൻ പറ്റുമോ? എങ്ങനെ കാണാൻ കഴിയും? ഒന്ന് സാധാരണപ്പെട്ടവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ, ആത്മാവിന്റെ ശബ്ദമുണ്ടോ? സൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ പറയുള്ളൂ. ഉണ്ടെന്നേ പറയുള്ളൂ, ഉറപ്പൊന്നുമില്ല. ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ കേസല്ല, പ്രദീപിന്റെ കേസ്. അതെ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആത്മാക്കളെ ഡയറക്റ്റ്ലി കണ്ടിട്ടില്ല. സോ അപ്പൊ നമുക്കൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഈ ഒരു ചാനലിൽ വരുന്നതിന് ശേഷം നമുക്ക് ഒരുപാട് എന്താ പറയുക, ചില സ്മെല്ല് നമ്മളെ അല്ലേ അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഷൂട്ട് എടുക്കുന്ന ഈ പറയുന്ന സ്റ്റുഡിയോയിൽ ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് സാധാരണപ്പെട്ട അല്ലെങ്കിൽ ബാക്കി കൊളീഗ്സിനോട് ചോദിച്ചാൽ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അല്ലേ? അപ്പം അതുപോലെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ സെൻസ് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട്, വളരെ സിൻസിയർ ആയിട്ടാണ് താങ്കൾ അത് പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ചെറുപ്പം മുതലേ ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ജന്മത്തെ ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെ ആയിപ്പോയതിൻ്റെ അറിവ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലിമിറ്റേഷൻസ് എല്ലാ തരത്തിലും ഉണ്ട്. 18 വയസ്സുള്ള സമയത്ത് എൻ്റെ ജാതകം എഴുതിയ അദ്ദേഹം പറഞ്ഞാണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ IAS കാര്യം പൊളിറ്റിക്സ് അങ്ങനെ മതി, എനിക്കതേ പറ്റുള്ളൂ. ഒന്നുമില്ല മോളെ, ഒരു സമയത്ത് ആത്മീയ ജീവിതം, ഞാൻ ആത്മീയ ജീവിതം നടക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞാണ് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പൊളിറ്റിക്സും പബ്ലിക് പോളിസി ഒക്കെ എടുത്ത് PhD പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് യൂണിവേഴ്സിറ്റി അധികമായിട്ടൊക്കെ വർക്ക് ചെയ്ത്. പക്ഷേ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ തന്നെയാണ്. ഞാൻ ചെയ്യേണ്ട കർമ്മം ഞാൻ ചെയ്തേ പറ്റുള്ളൂ. ചെറുപ്പം മുതലേ സോൾസിനെ കാണാം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റാരെയും ചേർത്ത് പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഡിപ്പാർട്ടഡ് ആയി കഴിയുമ്പോൾ റിയൽ ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുകയാണ് അവരെന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു കാണാനായിട്ട് സാധിക്കും. ഏത് രീതിയിൽ കാണാൻ സാധിക്കും? ഇപ്പൊ ഞാനിപ്പോ ഈ സാരിയും ഈ ബ്ലൗസും ഒക്കെ ഇട്ട് നിൽക്കുന്ന, എനിക്ക് ആ രീതിയിൽ അവര് എന്നെ കണ്ടാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രീതിയിൽ പറ്റും. എനിക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കും. മാതാവ് പ്രത്യക്ഷപ്പെടുന്നു, ഈശോ പ്രത്യക്ഷപ്പെടുന്നു, മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നു, നാരായണൻ പ്രത്യക്ഷപ്പെടുന്നു, ദേവിയുടെ പ്രത്യക്ഷപ്പെടൽ. അപ്പൊ ഇതൊന്നും ഇല്ലാതെയാണോ ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്? ഇതൊക്കെ യഥാർത്ഥമാണ്. പോസിബിലിറ്റിയേ അല്ലത്, ഉള്ളതല്ല, ഇത് യഥാർത്ഥമാണ്. അപ്പോ ഒരു സൈക്കിക് മീഡിയം എന്നുള്ള നിലയ്ക്ക്, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസസ് ആണ്. ആത്മാവിനെ സൈക്കിക് ആയിട്ടുള്ള ആളുകൾക്ക് സ്ട്രോങ് സ്പിരിച്വൽ എബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെയും സ്ട്രോങ് സ്പിരിച്വൽ എബിലിറ്റിയിൽ ഉള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ആത്മാവിനെ കാണാൻ സാധിക്കുന്നുമില്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ സോളിനെ കാണാൻ സാധിക്കും. ആകെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിൽ ഫ്ലഷ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഫ്ലഷ് ഇല്ല. സ്ഥൂല ശരീരം അതുപോലെ തന്നെ നിൽക്കുകയാണ്. കാണാൻ സാധിക്കും. കാണുന്ന സോളിനെ ഞാൻ വരച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ റീസെന്റ് ബിജു സാറിന്റെ ഫാദറിന്റേത് വരച്ചു കൊടുത്തു. സാറ് തന്നെ സാറിന്റെ ചാനൽ ഇട്ടോളൂ. എന്റെ ക്ലയൻസിന്റെ കേസസിൽ ഞാൻ വരച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ എറണാകുളത്തും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആളുകളും ഒക്കെ വരച്ചു കൊടുക്കും. പക്ഷെ ഇതൊന്നും എനിക്ക് പബ്ലിക്കലി പറയാൻ പറ്റുമോ? എനിക്ക് കാണിക്കാൻ പറ്റുകയില്ല. അപ്പൊ എന്റെ പേഴ്സണൽ കേസേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അതിന് കോപ്പിറൈറ്റ് വയലേഷനും എന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ ക്ലയൻസ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ്. അവരെന്റെ ക്ലയൻസ് അല്ല, ദേ ആർ മൈ ഫാമിലി. അവരെന്നെ ട്രസ്റ്റ് ചെയ്തു. അവരെക്കാൾ കൂടുതൽ എന്നെ ട്രസ്റ്റ് ചെയ്ത ആരാണ്? അവരുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ ആളുകളാണ്. ആ ട്രസ്റ്റ് ഞാൻ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് താങ്കളെ വ്യക്തിപരമായിട്ട് കാണിക്കാം, പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു ചാനൽ കൊടുക്കാൻ പറ്റില്ല. ഞാൻ കൊടുക്കില്ല. കൊടുക്കാൻ പറ്റുന്നതാണ് ആ ഏഞ്ചൽസിന്റെ അപ്പാരിഷൻ. അത് കൊടുത്തു. അതിന് ഈ പറയുന്നത് പോലെ എന്താ പറയാ, റോങ് ആയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്.
അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും, മനസ്സിലായില്ലേ? പിന്നെ 2017 എൻ്റെ പപ്പ ഡിപ്പാർട്ടഡ് ആയി. പപ്പ എന്നെ വിളിച്ച്, ഉറങ്ങിക്കിടന്ന മമ്മിയുടെ ഇന്ത്യൻ നമ്പറിൽ നിന്നും എൻ്റെ പപ്പ എന്നെ വീഡിയോ കോൾ ചെയ്ത് വിത്ത് എവിഡൻസ് ഞാൻ ബിജു സാറിന്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കാണും. ESP പാരാനോർമൽ അതീന്ദ്രിയം പോയി സബ്സ്ക്രൈബ് ചെയ്യും, ഡീറ്റെയിൽസ് കാണും, മനസ്സിലായില്ലേ? അപ്പോ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഈ ബുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലയൻസിന്റെ പേരൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, പക്ഷെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആത്മാവിന് ശബ്ദമുണ്ട്, അവർക്ക് വോയിസ് ഉണ്ട്, കാണാൻ സാധിക്കും, വരയ്ക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി കാണിച്ചു തരാം, നമ്മളിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ കാണാൻ സാധിക്കും. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അത് വരച്ചു കൊടുക്കും. എല്ലാ കേസൊന്നും വരയ്ക്കാൻ എനിക്ക് തോന്നത്തില്ല, കാരണം ഒരാൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അത്രയും വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട ആള് എൻ്റെ കൂടെ നിൽക്കാതെ, നിൽക്കുന്നു, ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ എൻ്റെ വരയിലും അതേപോലെ ഇദ്ദേഹം എന്നോട് പറയുന്ന കാര്യം ഞാൻ കേൾക്കണം. അപ്പൊ ഈ റീസെന്റ് സംഭവിച്ച ഒരു കേസിനെ പറ്റി പറയാം. ഇന്നിപ്പോ എത്രാം തീയതിയായി? 19-ാം തീയതി. 19 എനിക്ക് തോന്നുന്നു ഒരു 8 ദിവസമായി, 8-9 ദിവസമായി. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾ താമസിക്കുന്ന സ്പേസ് ഇവിടെ എറണാകുളത്ത് വലിയ ഷോപ്പിംഗ് മാളിൻ്റെ അടുത്താണ്. അപ്പം എന്നോട് പറഞ്ഞു, മാം അവിടെ എന്തൊക്കെ വിഷയമുണ്ടോ, അന്ന് വരാമെന്ന് വെച്ചു. ഞാൻ ഒബ്വിയസ്ലി അവിടെ 2-3 തവണ എൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ടേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല. പക്ഷെ അന്ന് ആ കുട്ടി എന്നോട് ചോദിക്കാതെ ഒരിക്കലും നമുക്ക് കയറി ചെല്ലാനായിട്ട് ഞാൻ ചെയ്യാറില്ല. ചോദിച്ചു, ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സഫോക്കേഷൻ എനർജിയാണ്, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് സൈക്കിൾ കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്മെല്ല്, അതേപോലെ കേൾവി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും മാത്രമല്ല 6th സെൻസ് ഉൾപ്പെടെ എല്ലാ ഇന്ദ്രിയങ്ങളും വളരെ ഷാർപ്പായിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എനിക്ക് കാണാം, നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് സ്മെല്ല് ചെയ്യാം. അപ്പം 3 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഒക്കെ ദൂരത്തിൽ പോകുന്ന ഗാർബേജിൽ നിന്നുള്ള സ്മെല്ല് പോലും പെട്ടെന്ന് എനിക്ക് ക്യാപ്ചർ ചെയ്യാം, പക്ഷെ എൻ്റെ വണ്ടി ഓടിച്ച് ആ കുട്ടിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസസ് ഉണ്ട്. അപ്പം അത് നമ്മുടെ ഈ 6th സെൻസിന്റെ അതിന്റെ ആ ഒരു ഫാസ്റ്റ് അക്യുമുലേഷൻ കാരണമാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് അവിടെ വേറെ 3-4 ആളുകളുണ്ട്. അപ്പോൾ ഇടത് സൈഡിൽ ഒരു മുറിയുണ്ട്, നേരെ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു. റൈറ്റ് സൈഡിൽ ഒരു വാഷ്റൂം ഉണ്ട്, പുറകോട്ട് പോകുമ്പോൾ കിച്ചണുണ്ട്, പിന്നെ ഇപ്പുറത്തൊരു മുറിയുണ്ട്. മനസ്സിലായില്ലേ സിറ്റുവേഷൻ? അപ്പം ഫസ്റ്റ് ലെഫ്റ്റ് മുറിയുടെ ഡോർ കുറച്ച് ഇതുണ്ട്. അപ്പൊ അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങാം, എന്നെ ഉറങ്ങല്ല, ഡിസ്റ്റർബ് ചെയ്യണ്ട. പക്ഷെ ആ റൂമിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഒരു പുരുഷനാണ്, പുരുഷന്റെ ആത്മാവാണ്. ഞാനപ്പോ ഈ കുട്ടിയോട് പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരാൾ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ബാക്കി റൂംസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു, അവിടെ ഒന്നും ആരുമില്ല. അപ്പൊ ഒരു പുരുഷൻ ഇവിടെ ഉണ്ട്. ഞാനപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടുത്ത കട എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സാമ്പ്രാണിയും കർപ്പൂരവും നമ്മുടെ ഹിമാലയൻ സോൾട്ട് കിട്ടുമെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കല്ലുപ്പ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അവർ വാങ്ങിച്ചിട്ട് വന്നു. എല്ലാവരോടും നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പോൾ കയറി ചെല്ലുന്ന ആ ഹോളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ആത്മാവ് എൻ്റെ റൈറ്റ് സൈഡിൽ ഈ പുരുഷൻ വന്ന് നിൽക്കുക. പുള്ളി പേരെന്നോട് പറഞ്ഞു. ഞാൻ കൂടുതൽ പറഞ്ഞ ഞാൻ അറിയാതെ ആ പേര് പറഞ്ഞു കേട്ടോ. പുള്ളി അദ്ദേഹത്തിൻ്റെ പേരെന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന ആളുടെ പേര് ഇന്നതാണ്. ഇവിടെ ഞെട്ടി. പെട്ടെന്ന് എന്നെ ഒരു ന്യൂസ് എടുത്ത് കാണിച്ചു. 10-17 വർഷം മുന്നേ ഇന്ന പൊക്കമുണ്ട്, ഇന്ന ഇതാണ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെയാണ്. പക്ഷെ ആള് ഭയങ്കര ഡള്ളാണ്. ഡൾ ഇൻ ദ സെൻസ് എനർജി ലോസ് ഒക്കെ ആയി സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഒരു 47-48 വയസ്സൊക്കെ പ്രായമുള്ള ഒരു പുരുഷനാണ്. ഈ കുട്ടി ന്യൂസ് എടുത്ത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, മാം ഈ ആളാണോ ഈ ആളെന്ന് ചോദിച്ചു. അപ്പൊ സെയിമാ. കൂടുതൽ അത് ഭയങ്കര വിവാദ കേസാണ്, അതുകൊണ്ട് ഞാനത് പറയില്ല കേട്ടോ. അപ്പം പോയിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്നറിയാം. എന്നിട്ട് ഞാൻ ഈ കുട്ടി എന്നെ ഇത് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇയാള് തലയ്ക്കടിയേറ്റ് മരിച്ചാന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് തലയ്ക്കടിയേറ്റ് മരിച്ചതാണ്. നോക്കുമ്പോ അതൊരു തലയ്ക്കടിയേറ്റ് കൊലപാതകത്തിന് വിധേയമായ കേസാണ്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാനപ്പോ ഈ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇവിടെ സ്റ്റക്കായിരുന്നു എന്ന് ചോദിച്ചു. സ്റ്റക്ക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ? അവർ ചെയ്തു, പക്ഷെ എനിക്കത് റിസീവ് ആയിട്ടില്ല. പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നത്. പ്രോപ്പറായിട്ടല്ലായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ ആർക്കും വേണ്ടി ചെയ്തതായിരിക്കും. എനിവേ ഇത് ഇങ്ങോട്ടേക്ക് റിസീവ് ആയിട്ടില്ല. റിസീവ് ആയെങ്കിൽ ഈ മനുഷ്യൻ ഇവിടെ സ്റ്റക്കായിട്ട് ഇവിടെ നിൽക്കില്ല. ഞാൻ പിന്നെ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക്
പറ്റുന്ന രീതിയിൽ പവർഫുൾ ആയിട്ട് പ്രാർത്ഥിച്ചു, ഈ കുട്ടികളോടും പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ ഭവനം ബ്ലസ് ചെയ്യാനായിട്ടാണ് ആ കുട്ടി എന്നെ വിളിച്ചത്. അന്നേരമാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുട്ടികളെയും കൂടെ ഹെൽപ്പ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി ഹയർ സ്റ്റേജിലേക്ക് പോകാനും നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടെങ്കിൽ റീബർത്തിലേക്ക് പോകാനും ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയി ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കില്ല, അക്കൂട്ടത്തിൽ ഇദ്ദേഹത്തിനെയും കൂടെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് പുള്ളിയുടെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരന്ന് വൈകിട്ട് തന്നെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ അന്ന് ഞാൻ അവിടെ പോയില്ല. എത്രയോ ദിവസങ്ങളാണ് എന്റെ വണ്ടി അതിൽ പോണം. പക്ഷെ ആ കുട്ടിക്ക് എന്നോട് ചോദിക്കാനും തോന്നിയില്ല, എനിക്ക് കയറാനും തോന്നിയിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഈ മനുഷ്യൻ, ഈ ആത്മാവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, വളരെ വേദനാജനകമാണ്. അതെ. അപ്പോൾ ഈ പറയുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ഇത് എല്ലാവരോടും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയിൽ, അപ്പോൾ യൂറോപ്യൻ കൺട്രിയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രിയിലോ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് മെക്കാനിസം ഉണ്ട്. ESP ഒക്കെ പല മെക്കാനിസം ഉണ്ട് ആത്മാവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. പക്ഷേ ഇന്ത്യയിൽ ആ മെക്കാനിസത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ സാധാരണ ആൾക്കാർ സ്വാഭാവികമായിട്ട് അങ്ങനൊരു സംഭവം ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ, നമ്മളൊരു എനർജിയെ വിളിച്ചാൽ വരുന്ന എനർജി ഒരു സോൾ, നല്ല സോളാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുരാത്മാവ് വന്ന് കയറുമോ, ഇങ്ങനെ ഒരുപാട് പേടികളുണ്ട്. അപ്പോൾ ഇത് സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ഒരു എനർജി സോളിനെ വിളിക്കുന്നു, നല്ല സോളാണോ? ഫോർ എക്സാമ്പിൾ ഇദ്ദേഹത്തിനെ കാണണമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. സോ ചാനൽ മേഡമാണ് വിളിക്കുന്നത്. തെരേസ മേഡം വിളിക്കുന്ന സമയത്ത് വരുന്ന സോൾ അതാണ്, അല്ലെങ്കിൽ വേറെ ഒരു സോളാണ്. ആ സോള് വന്നാൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈ വിളിക്കുന്ന ആൾക്കാരുടെ ദേഹത്ത് കയറുമോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. ഒന്ന് പറയാമോ? ഓക്കെ, അതൊരു വളരെ കോംപ്ലക്സ് ടോപ്പിക് ആണ്. ഇറ്റ്സ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മെക്കാനിക്സ് യൂസ് ചെയ്തുകൊണ്ട് ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനോട് എനിക്കെന്തോ കുറച്ച് വിയോജിപ്പുണ്ട്. കാരണം ഒരുപക്ഷെ ഞാൻ 100% സൈക്കിക് മീഡിയംഷിപ്പിൽ ഇരിക്കാത്തത് കൊണ്ടാണോ എന്താ എനിക്കറിയില്ല. ഞാൻ എന്റെ വ്യക്തിപരമായ കേസാ പറയുന്നത്. ഇപ്പോ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഓജോ ബോർഡ് ഉണ്ട്, അതല്ലെങ്കിൽ ഈ പറയുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഓജോ ബോർഡ്, ഈ മെഷീൻസ് ഇത് എന്നൊക്കെ പറയുന്ന കേസസിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഗ്രൗണ്ടഡ് സോൾസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിനെ പോലെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആള്. ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിനെ ഒരാള് കൊലപാതകം ചെയ്തതാണ്. പുള്ളിയായിട്ട് ആത്മഹത്യ ചെയ്തതോ അങ്ങനത്തെ കേസൊന്നും അല്ല. പക്ഷെ ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ സോളായിരിക്കും. കൊലപാതകികളുടെ സോളായിരിക്കാം, അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടെ സോളായിരിക്കാം. ഇതിനൊക്കെ ഹയർ യഥാർത്ഥ ഈവിളുണ്ട്. നമ്മൾ പിശാച് എന്ന് പറയുന്ന ഈവിൾ എൻറ്റിറ്റീസ് ഉണ്ട്. ഇവയൊക്കെ ആകാം. ഇതുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ കൺസൾട്ടന്റിന് അറിയില്ല എങ്കിൽ, അവര് നിങ്ങളെ കംപ്ലീറ്റ്ലി സക്ക് ചെയ്തെടുക്കും. സക്ക് മീൻസ് എനർജി വാമ്പേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, നിങ്ങളെ സക്ക് ചെയ്യും, ഒപ്പം നിങ്ങളുടെ ബോഡിയിലേക്ക് പ്രവേശിക്കും. പൊസസ്ഡ് ആകും. മനസ്സിലായോ? ഈ പൊസസ്ഡ് ആവുന്നത് എപ്പോഴാണ്? എന്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബ്ലസ്ഡ് അല്ലായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന പ്രോസസ്സ് തെറ്റായിരിക്കണം, അതുകൂടാതെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാതിരിക്കണം, നിങ്ങളുടെ ഊർജങ്ങള് ഭയങ്കര മോശമായിരിക്കണം, നിങ്ങളുടെ ചക്രാസ് വീക്ക് ആയിരിക്കണം. അതും കൂടാതെ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്താ എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് അവയർനെസ്സേ ഇല്ലായിരിക്കും. നിങ്ങൾക്ക് ഈശ്വരവിശ്വാസമില്ലായിരിക്കും. നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ആണ്. ഏതാ ഈ ചെറിയ പിള്ളേരുടെ മീൻസ് ഈ നഴ്സിംഗ്, ബാക്കി എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഷോ ഓഫ് കാണിക്കാനാ ഞാനിപ്പോ കാണിച്ചു തരാം. അങ്ങനത്തെ നിരവധി കേസസ് എന്റെ കയ്യിലുണ്ട്. ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ നിന്നുണ്ട്. എനർജീനെ വിട്ടുപോകാൻ പറ്റുന്നില്ല. ഈവൻ പ്രഗ്നന്റ് ഒരു കുട്ടിയുള്ള ഒരു ലേഡി, ഒരു പെൺകുട്ടീനെ എനിക്കറിയാം. ഒരു കുഞ്ഞു കൊച്ചുണ്ട്. കൂട്ടുകാരെല്ലാരും കൂടെ കൂടി ഹോസ്റ്റലിൽ ഇരുന്ന് ആത്മാവിനെ ഇതൊക്കെ വെച്ച് വിളിച്ചു വരുത്തിയിട്ട്, ആ പെൺകുട്ടി ഓൾറെഡി കുറച്ച് മെന്റലി ട്രബിൾഡ് ആയിരുന്നു, ഹസ്ബൻഡൊക്കെ ആയിട്ട് വിഷയങ്ങളൊക്കെ ആയി. അപ്പൊ ആ സോൾ അതിന്റെ കൂടെ കൂടി. അപ്പൊ ആ സോള് സൂയിസൈഡ് ചെയ്തതാ. ആ സെയിം സൂയിസൈഡ് ടെൻഡൻസിയാണ് ഈ ഒരു കുട്ടിയുള്ള ഈ സ്ത്രീക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ വക മെത്തേഡ്സുകളോട് പേഴ്സണലി എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്.